CP ജോൺ CMPയുടെ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ CP ജോൺ, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടാകട്ടെ ഒപ്പം തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര പരാമർശങ്ങളാണ് CAG നടത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? CAGയുടെ ഈ പരാമർശം ആദ്യമായിട്ട് വരുന്നതല്ല എന്നുള്ളത് കൊണ്ട് അത്ഭുതമില്ല. അതെ, മാത്രമല്ല ഇപ്പൊ കിഫ്ബി ഇസ് ഡെഡ്. ഇപ്പൊ കിഫ്ബി ജീവിച്ചിരിപ്പില്ല. കിഫ്ബി പുതിയ ഒരു പദ്ധതിയും ഏറ്റെടുക്കാനോ പുതിയ പദ്ധതികളുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താനോ ഒന്നും തയ്യാറല്ല. കാരണം കിഫ്ബി ഈ ഗവൺമെന്റിന് മതിയായി. അതുകൊണ്ട് കിഫ്ബി മരിച്ചുപോയി. അതെ, ഇത്തവണ ബജറ്റിലും പ്രത്യേകിച്ച് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് ഒരു പരാമർശം. അതെ അതെ, കിഫ്ബി എന്നൊരു വാക്ക് പോലും ബജറ്റിൽ ഉപയോഗിച്ചിട്ടില്ല. അതെ, അതുകൊണ്ട് കിഫ്ബി ഡൈഡ് യങ്. ചെറുപ്പത്തിലെ മരിച്ചുപോയ ഒരു കുട്ടിയാണ് ഈ കിഫ്ബി. ഇത് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ കടമെടുക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ അത് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളായിരിക്കണം. ഉദാഹരണത്തിന് മെട്രോ, കൊച്ചി മെട്രോ നമ്മൾ ലോൺ എടുത്തതാണ്. 1.25% അതിനടുത്ത പലിശയേ ഉള്ളൂ. അപ്പൊ അതിന് വരുമാനമുണ്ട്. ആ വരുമാനം കൂടുക കുറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ കിഫ്ബി ചെയ്തത് പ്ലാനിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി വലിയ തുകയ്ക്ക് പലിശ എടുത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി എങ്ങനെയെങ്കിലും കുറെ കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യാന്നുള്ള കാര്യമാണ് ചെയ്തത്. അത് വലിയൊരു പരാജയമായി. കിഫ്ബി ആകെ കൂടെ നല്ലൊരു കാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാഷണൽ ഹൈവേയുടെ പൈസ കൊടുത്തു എന്നുള്ളതാണ്. അത് പ്ലാനിൽ കൂടെയും കൊടുക്കാമായിരുന്നു. അപ്പൊ കിഫ്ബിയിൽ കൂടെ ഒന്നും നേടിയിട്ടില്ല കേരളം. കിഫ്ബിയിൽ കൂടെ നേടുമെന്നതൊക്കെ തന്നെ പ്ലാനിൽ കൂടി നേടാമായിരുന്നു. പക്ഷേ പ്ലാനും മരിച്ചുപോയി കിഫ്ബിയുടെ അടി കിട്ടിയിട്ട്. ഇപ്പൊ പ്ലാനും ഇല്ല, കിഫ്ബിയും ഇല്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് പ്ലാൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. 30,670 നിന്ന് 30,370 കുറഞ്ഞിരിക്കുകയാണ് പ്ലാൻ. അപ്പൊ അതുകൊണ്ട് ഇന്ന് കേരളം നേരിടുന്ന വികസന പ്രതിസന്ധിയാണ്. അതിനുവേണ്ടി കടമെടുക്കാൻ ഇന്ന് കഴിയുന്നില്ല. കാരണം കടം അതുപോലെ വർദ്ധിച്ചു. ഇതൊക്കെ പ്രതിപക്ഷം യഥാസമയം ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ CP ജോൺ.